ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു Aegon Learning. യെസ്, അപ്പൊ കഴിഞ്ഞ 10 വർഷ ചോദ്യ പേപ്പറിലെ എല്ലാ 1 മാർക്ക് ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 50 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഓണം എക്സാം ഹാളിൽ കയറുമ്പോൾ സെറ്റ് ആയിട്ട് കയറാൻ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മതി അല്ലേ? ഓക്കേ ആണ്. യെസ്, അപ്പൊ ടൈം കളയേണ്ട ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ചോദ്യം? ടു സൊല്യൂഷൻ ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ സെയിം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സെയിം ഓസ്മോട്ടിക് പ്രഷർ ഉള്ള സൊല്യൂഷൻ വിളിക്കുന്ന പേരാണ് ഐസോടോണിക് സൊല്യൂഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ. രണ്ടാമത്തേക്ക് പോവാം. നെയിം ദ 4 important colligative property. 4 പ്രധാനപ്പെട്ട colligative property. Relative lowering of vapor pressure, elevation of boiling point, depression of freezing point, last osmotic pressure. Yes, അപ്പോൾ 4 colligative property യുടെ പേര് പഠിച്ചു വെക്കുക. And അടുത്ത ക്വസ്റ്റ്യൻ ആർട്ടി. For determining the molecular mass of polymers and osmotic pressure is preferred to other method. Yes. അതായത് പോളിമേഴ്സിന്റെയും പ്രോട്ടീൻസിന്റെയും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, മെഷർ ചെയ്താൽ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ കിട്ടുന്ന മെത്തേഡ് ഏതാ? ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ചൂസ് ദി ഐഡിയൽ സൊല്യൂഷൻ ഫ്രം ദ ഫോളോയിങ്. ഇക്കൂട്ടത്തിൽ ഐഡിയൽ സൊല്യൂഷൻ ഏതാണ്? നാല് ചോയ്സ് തന്നിട്ട് ഏതാണ് ഐഡിയൽ സൊല്യൂഷൻ? ഓപ്ഷൻ ഡി ആണ് ഈഥൈൽ അയോഡൈഡ് ആൻഡ് ഈഥൈൽ ബ്രോമൈഡ്. ഈഥൈൽ അയോഡൈഡും ഈഥൈൽ ബ്രോമൈഡും ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം ഇതാണ്. How does the solubility of gas in a liquid vary with the increase in temperature? Yes, ടെമ്പറേച്ചർ കൂടിയാൽ ഒരു ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോലുബിലിറ്റിക്ക് എന്താണ് സംഭവിക്കുക? ഒന്നുമില്ല, കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കൂടിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹെൻറീസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറഞ്ഞോളൂ. ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടിയാൽ സോലുബിലിറ്റി, ഗ്യാസിന്റെ സോലുബിലിറ്റി കുറയുന്നു. അടുത്ത് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. യെസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ് എക്സാമ്പിൾ ഫോർ എ നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ തന്നിരിക്കുന്നതിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഏതാണെന്നുള്ളതാണ്. ബെൻസീൻ പ്ലസ് ടൊളീൻ ഐഡിയൽ ആണ്. ഹെക്സേനും ഹെപ്റ്റീനും ഐഡിയൽ ആണ്. ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും ഐഡിയൽ ആണ്. സോ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഈസ് എത്തനോൾ പ്ലസ് ഹെക്സൈന്റെ മിക്സർ ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. റെഡി ആണോ? ഓക്കേ, അടുത്ത ചോദ്യം പോറ്റി. Which condition hold for ideal solution? Yes, ideal solution ന്റെ കണ്ടീഷൻ ഏത്? ഐഡിയൽ സൊല്യൂഷന് 2 കണ്ടീഷൻ ആണ്. ഡെൽറ്റ എച്ച് മിക്സ് 0 ആണ്, ഡെൽറ്റ വി മിക്സ് 0 ആണ്. ഇതാണ് മെയിൻ കണ്ടീഷൻ. രണ്ടെണ്ണമാണ്. മിക്സ് ചെയ്യുന്ന സമയത്ത് എനർജി അബ്സോർബ് ചെയ്യാനോ ലിബറേറ്റ് ചെയ്യാനോ പാടില്ല, വോളിയം കൂടാനോ കുറയാനോ പാടില്ല. Yes. So the answer is change in volume is 0. ഓപ്ഷൻ എ ആണ്. Ready, next question. അടുത്ത ചോദ്യം. Which condition hold for non-ideal solution? Yes, നേരെ ഓപ്പോസിറ്റ് അല്ലേ? നേരെ ഓപ്പോസിറ്റ്. Change in volume is non-zero. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. What does Henry's constant depend upon? KH വാല്യൂ ഡിപെൻഡ് ചെയ്യുന്നത് എന്തിനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തിനാ ഡിപെൻഡ് ചെയ്യും? നേച്ചർ ഓഫ് ഗ്യാസ്, നേച്ചർ ഓഫ് സോൾവെന്റ്, ടെമ്പറേച്ചർ. എല്ലാത്തിനും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് ഹെൻറീസ് കോൺസ്റ്റന്റ് ഡിപെൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ മാത്രമാണെന്ന് പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ മാത്രമല്ല, നേച്ചർ ഓഫ് ഗ്യാസ്, നേച്ചർ ഓഫ് സോൾവെന്റ്, ടെമ്പറേച്ചർ എല്ലാത്തിനും ഡിപെൻഡ് ചെയ്യും. ഓൾ ദ എബവ് ആണ്. ഓക്കേ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. Then how is osmotic pressure of a solution related to its concentration? പൈയും സിയും തമ്മിലുള്ള റിലേഷൻ ആണ്. പൈ ഈസ് ഈക്വൽ ടു സിആർടി. സിമ്പിൾ. പൈ ഈസ് ഈക്വൽ ടു സിആർടി ആണ്. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. when is the value of I is less than unity? Van Hoff factor I യുടെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതാകുന്നത് എപ്പോൾ? രണ്ട് കേസാണ്. ഒന്നിനേക്കാൾ കൂടുകയും ചെയ്യും, ഒന്നിനേക്കാൾ കുറയുകയും ചെയ്യും. ഡിസോസിയേഷൻ ആണ് സംഭവിക്കുന്നത്. ഇപ്പൊ KCl K പ്ലസും Cl മൈനസ് ആയി മാറി. സോ I വാല്യൂ 2 ആണ്. ഡിസോസിയേഷൻ ആണെങ്കിൽ I വാല്യൂ 2 ആണ്. ഇനി അസോസിയേഷൻ ആണെങ്കിൽ I വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് I വാല്യൂ 1നേക്കാൾ കൂടുകയും കുറയുകയും ചെയ്യും. ഡിസോസിയേഷൻ I വാല്യൂ ഗ്രേറ്റർ ദാൻ 1, അസോസിയേഷൻ I വാല്യൂ ലെസ് ദാൻ 1. അപ്പോൾ ലെസ് ദാൻ യൂണിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ലെസ് ദാൻ യൂണിറ്റി ആണെങ്കിൽ അസോസിയേഷൻ ആണ് നടക്കുക. യെസ്. അടുത്തത് സ്റ്റേറ്റ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്. ഗ്യാസിന്റെ സോല്യൂബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഗിവൺ സോൾവെന്റിൽ ഗ്യാസ് എങ്ങനെ സോല്യൂബിൾ ആവുന്നു എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹെൻറീസ് ലോ. പറയൂ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the solubility of a gas in liquid is directly proportional to its pressure. അതിന് മുകളിൽ കൊടുക്കുന്ന പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസിന്റെ സോല്യൂബിലിറ്റി കൂടി വരുമെന്നാണ് ഹെൻറീസ് ലോ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കേ, നെക്സ്റ്റ്. അടുത്ത ചോദ്യം. Which of the following statement about lead storage cell is false ആണ്? lead സ്റ്റോറേജുമായിട്ട് lead storage cell തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓട്ടോമൊബൈൽ ബാറ്ററി, നിങ്ങൾ ഇൻവെർട്ടർ ബാറ്ററി ഒക്കെ lead storage ബാറ്ററി ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന, false statement. ഫസ്റ്റ് വൺ ഇറ്റ്സ് എ പ്രൈമറി സെൽ എന്നാണ്. നിങ്ങൾക്ക് അറിയാം lead storage ബാറ്ററി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെൽ ആണ്. സോ വെരി ഇമ്പോർട്ടന്റ്. സെക്കൻഡറി സെൽ. തെറ്റായത് ഫസ്റ്റ് വൺ തന്നെയാണ്. ബാക്കിയൊക്കെ കറക്റ്റ് ആണ് അല്ലേ ആർട്ടി? Yes, അടുത്ത ക്വസ്റ്റ്യൻ. The conductivity of electrolytic conductors is due to. conductivity എന്തുകൊണ്ട് ഉണ്ടാവുന്നു? electrolytic conduction നിങ്ങൾക്കറിയാം മെറ്റാലിക് കണ്ടക്ഷൻ ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ electrolytic conduction ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് അയോൺസ് ആണ്. അയോൺസിന്റെ മൂവ്മെന്റ് ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കേ അല്ലേ? യെസ്, ആൻസർ അവിടെ ഉണ്ട്. ഓക്കേ, നെക്സ്റ്റ്.
യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഫ്യൂവൽ സെല്ലിൽ നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇക്കൂട്ടത്തിൽ ആരെയാണ്? നമ്മൾ ഒരേ ഒരു ഫ്യൂവൽ സെല്ല് മാത്രമേ പഠിക്കുന്നുള്ളൂ, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. അവിടെ ഹൈഡ്രജനും ഓക്സിജനുമാണ് ഫ്യൂവൽ അല്ലേ? അപ്പൊ ഏതാ ഇതിൽ ആൻസർ ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ സി ആണ്. അതിന്റെ എക്സ്പ്ലനേഷനും നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, അടുത്തത്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ? മോളാർ കണ്ടക്ടിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചത്. ഒന്നുമില്ല, ടെമ്പറേച്ചർ കൂടിയാൽ മൂവ്മെന്റ് ഓഫ് അയോൺ കൂടും, മൂവ്മെന്റ് കൈനറ്റിക് എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടെ കണ്ടക്ടൻസ് കൂടും, കണ്ടക്ടൻസ് കൂടിയാൽ കണ്ടക്ടിവിറ്റി കൂടും. സോ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ. യെസ്, ഓക്കേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യൂസ്ഡ് ഇൻ എ ഡ്രൈ സെൽ ആസ് ആൻ ഇലക്ട്രോലൈറ്റ്? ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? അമോണിയം ക്ലോറൈഡിന്റെയും അമോണിയം ക്ലോറൈഡ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് കാർബൺ. യെസ്, കാർബൺ ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് അല്ലേ? യെസ്, അടുത്തത്. ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് മെർക്കുറി സെൽ ഇസ് നിയർലി. മെർക്കുറി സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എത്രയാണ്? 1.35 വോൾട്ട് ആണ്. കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു സെല്ലാണ് മെർക്കുറി സെല്ലുകൾ. അപ്പൊ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം. ഗീവ് വൺ എക്സാമ്പിൾ ഫോർ എ പ്രൈമറി സെൽ. സ്റ്റോറേജ് സെക്കൻഡറി ആണ്. നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള സെക്കൻഡറി സെൽ ഒന്നെന്താ? ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ്. ബാക്കിയുള്ളതൊക്കെ മോസ്റ്റ് പ്രോബബ്ലി പ്രൈമറി ആണ്. നമ്മൾ തന്നിരിക്കുന്നത് ഡ്രൈ സെൽ ആണ്. ഡ്രൈ സെൽ അല്ലാതെ നിങ്ങൾക്ക് മെർക്കുറി സെൽ ഉണ്ട്. മെർക്കുറി സെൽ ഒരു പ്രൈമറി സെൽ ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ട് പ്രൈമറി സെല്ലുകൾ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലുമാണ്. നെക്സ്റ്റ്. അടുത്തത്. What is the purpose of using salt bridges in galvanic cell? Galvanic cellil salt bridge use ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? It helps us to maintain electrical neutrality. അല്ലേ, രണ്ട് സൊല്യൂഷനെയും ന്യൂട്രൽ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ ആണ്. It helps us to complete the circuit. Yes, okay. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നോട്ട് കളക്ട് ചെയ്യാം കേട്ടോ. Yes, അടുത്തത്. Which metal is used in a hydrogen electrode? What is the purpose of using it? Yes, hydrogen electrode use ചെയ്യുന്ന മെറ്റൽ ഏതാണ്? പ്ലാറ്റിനം ആണ് ഉപയോഗിക്കുന്നത്. പ്ലാറ്റിനം മെറ്റൽ ആണ് ഉപയോഗിക്കുന്നത്. അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസിനൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്. ഓക്കെ ആണ്. അടുത്തത്. ഇൻ എ ഡ്രൈ സെൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇലക്ട്രോലൈറ്റ്? ഡ്രൈ സെല്ലിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ്. ഓപ്ഷൻ സി ആണ്. അതൊന്ന് മാർക്ക് ചെയ്തോട്ടെ. അമോണിയം ക്ലോറൈഡ് ആണ്. സിങ്ക് ക്ലോറൈഡിന്റെയും അമോണിയം ക്ലോറൈഡിന്റെയും പേസ്റ്റ് ആണ് ഡ്രൈ സെൽ ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറിപ്പോരുത്. ഓക്കെ, അമോണിയം ക്ലോറൈഡ്. നെക്സ്റ്റ്. Zinc or copper which can displace hydrogen from dilute sulfuric acid? മിസ്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം ചാപ്പ എന്ന് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ചാപ്പ എന്ന് എഴുതി പഠിച്ചാൽ മതി. കോപ്പർ മെർക്കുറി സിൽവർ പ്ലാറ്റിനം ഗോൾഡ്. ഈ മെറ്റൽ ഒരിക്കലും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ മെറ്റലും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അത് തന്നെ. അടുത്ത ചോദ്യം. സിങ്ക് ആണ് ആൻസർ. അപ്പൊ ആൻസർ സിങ്ക് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. The limiting molar conductivity of weak electrolyte can be calculated by using the law. ഇത് കഴിഞ്ഞ 2023 ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2023 മാത്രമല്ല സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കോളറേഷ്യസ് ലോ ആണ്. എന്താ പറയാ? കോളറേഷ്യസ് ലോ. The electrolyte used in lead storage battery. അപ്പൊ കുറച്ചു മുൻപ് നമ്മൾ വേറെ പഠിച്ചു. ഇപ്പൊ lead storage battery ആണല്ലേ? lead storage battery ഒരു സെക്കൻഡറി സെൽ ആണെന്ന് ഓർമ്മിക്കുക. സെക്കൻഡറി സെൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നുള്ള? സൾഫ്യൂരിക് ആസിഡ് ആണ്. 38% സൾഫ്യൂരിക് ആസിഡ്. Yes, charge of 1 mole of electron. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ്. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് 1 ഫാരഡേ ആണ്. 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ 96,500 കൂളംബ് ആണ്. നെക്സ്റ്റ്. അടുത്ത ചോദ്യം. Which of the following is a secondary cell? ഏതാണ് സെക്കൻഡറി സെൽ? ഇവിടെ ഏതൊക്കെയാണ്? ഡ്രൈ സെല്ല് കൊടുത്തിട്ടുണ്ട്, ലെക്ലാൻ സെല്ല് കൊടുത്തിട്ടുണ്ട്, മെർക്കുറി സെല്ല് കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്രൈമറി സെൽ ആണ്. എല്ലാം പ്രൈമറി സെൽ ആണ്. none of these are answer. ഈ കൂട്ടത്തിലുള്ളതെല്ലാം പ്രൈമറി സെൽ ആണ്. പ്രൈമറി സെല്ലിന്റെ പേര് പഠിച്ചു വെക്കുക. ഓക്കേ, നെക്സ്റ്റ്. യെസ്, അടുത്തത്. The rate constant for a reaction K is equal to 3 into 10 raised to minus 4 second inverse. That one is second inverse. Clear alle? Yes. Okay. Identify the order of the reaction. Chemical kinetics le 1 mark ചോദ്യമാണ്. അപ്പോൾ കെയുടെ യൂണിറ്റ് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് യൂണിറ്റ്. അപ്പോൾ ഏതാണ്? സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ക്ലിയർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ് ഇൻവേഴ്സ്. അടുത്ത ചോദ്യം. Write the unit of rate constant for a zero order reaction. Mole liter inverse. സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ്. സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കേ, ഈ യൂണിറ്റ് അറിഞ്ഞാൽ നമുക്ക് ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെ അല്ലേ? കെയുടെ യൂണിറ്റ് അറിഞ്ഞാൽ മതി. കെയുടെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആണ്. മോൾ L⁻⁻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  അടുത്തത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0 ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. ഡിപെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ആ റിയാക്ഷന്റെ ഓർഡർ എന്താണ്? അതായത് ഹാഫ് ലൈഫ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ. ഹാഫ് ലൈഫ് T of is equal to 0.693/K എന്നുള്ളത്
പഠിക്കേണ്ടത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് കാണാൻ റിയാക്ഷൻ Yes. അവിടെ R0 ഇല്ല. പക്ഷേ R0 ഉള്ള ഒരു ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ ഉണ്ട്. ഏതാ? സീറോ ഓർഡർ ആണ്. R0/2k ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ഓർഡർ ആണ്. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഹാഫ് ലൈഫ് ഒരിക്കലും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഓർഡർ ഏതാ? ഫസ്റ്റ് ഓർഡർ. യെസ്, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ? ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടൈം ഇന്റർവെല്ലിലെ റേറ്റ് ആണ്. ഇപ്പൊ 10 seconds to 20 seconds ഒരു ടൈം ഇന്റർവെല്ലിലെ റേറ്റ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് രണ്ട് റേറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ള. ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും. ഒരു പെർട്ടിക്കുലർ ടൈം പെർട്ടിക്കുലർ പോയിന്റിലെ റേറ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെൽ റേറ്റ് ആണത് ആവറേജ് റേറ്റ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സീറോ ഓർഡറിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് കോൺസെൻട്രേഷൻ ഓഫ് R വേഴ്സസ് ടൈം ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് അല്ലേ? പോസിറ്റീവ് സ്ലോപ്പ്. നെഗറ്റീവ് സ്ലോപ്പ് ആണ്. നെഗറ്റീവ് സ്ലോപ്പ്. ഓക്കേ. അടുത്ത ചോദ്യം, ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാനാണ്. സെയിം ആണ്. സെയിം മൈനസ് സ്ലോപ്പ് ആണ്. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് R വേഴ്സസ് ടൈം ആണെങ്കിൽ അതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഓക്കേ, അടുത്ത ചോദ്യം, ഡിഫൈൻ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റിയാക്ഷൻ. എന്താണ് ഒരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മുടെ കയ്യിലുള്ള ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അതിന്റെ ഹാഫ് ആകാൻ എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയുക? നമ്മളെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഹാഫ് പകുതി ആവാൻ എടുക്കുന്ന റിയാക്ടന്റ് പകുതി ആവാൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്നത്. നമ്മുടെ കയ്യിൽ 100 ആണെങ്കിൽ അത് 50 ആകാൻ എടുക്കുന്ന ടൈമാണ്. ഡെഫിനിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ഷൻ one half of its initial concentration. Next. Write Arrhenius equation and identify the term. Continuous question ആണ്. Arrhenius equation ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചിലപ്പോ ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും ചോദിക്കുക. Arrhenius equation നോക്കിയാൽ A = A into e raised to minus EA/RT ആണ്. K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. A എന്താണ് അർത്ഥം? Arrhenius factor ആണ്. EA ആക്ടിവേഷൻ എനർജി. R ഗ്യാസ് കോൺസ്റ്റന്റും T കെൽവിനിലുള്ള ടെമ്പറേച്ചറുമാണ്. Arrhenius equation എഴുതി ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും. യെസ്, അടുത്ത ചോദ്യം, റൈറ്റ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണെന്നുള്ളത് 1 മാർക്കിന് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ K = 2.303/T log R0/R ആണ്. ഓക്കേ അല്ലേ? T ടൈം ആണ്, K റേറ്റ് കോൺസ്റ്റന്റ് ആണ്, R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, R ഫൈനൽ കോൺസെൻട്രേഷൻ. യെസ്, അടുത്തത് ഇതേപോലെ ഒരു മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. 2 മാർക്കിനാണെങ്കിൽ 4 ഡിഫറൻസ് പഠിച്ചു വെക്കണേ. Order is an experimental quantity. Molecularity is a theoretical concept. It can be 0, positive or even fraction ആവാം. Yes, molecularity is always a positive integer. It applicable for both single step and multi step reaction. Molecularity ഒരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. Okay, ready. Next question. അപ്പോൾ അടുത്ത ചോദ്യം, the unit of rate constant for first order reaction is ഏതാ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K യുടെ യൂണിറ്റ് ആണ്. എന്താണ്? ഏതാ? second raised to minus 1. സെക്കൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. ഒന്നും നോക്കണ്ട. നെക്സ്റ്റ്. യെസ്, അടുത്തത്, ഐഡന്റിഫൈ ദ ഓർഡർ ഓഫ് റിയാക്ഷൻ യൂണിറ്റ് റേറ്റ്. യൂണിറ്റ് ഉപയോഗിച്ച് ഓർഡർ പറയാനാ പറഞ്ഞിരിക്കുന്നത്. മോൾ L⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ S സീറോ ഓർഡർ റിയാക്ഷൻ അല്ലേ? യൂണിറ്റ് അറിഞ്ഞാൽ നമുക്ക് എന്ന് പറയാൻ പറ്റണം. ഓർഡർ പറയാം. ഓർഡർ പറയാം ഒന്നുമില്ലടാ. യൂണിറ്റ് അറിഞ്ഞാൽ ഓർഡർ പറയാൻ പറ്റണം. റേറ്റ് കോൺസ്റ്റന്റ് K യുടെ യൂണിറ്റ് സീറോ ഓർഡറിനും ഫസ്റ്റ് ഓർഡറിനും സെക്കൻഡ് ഓർഡറിനും പഠിച്ചിട്ടേ പോകാവൂ മക്കളെ. യെസ്, അടുത്ത ചോദ്യം വേഗം. റൈറ്റ് ദ റിലേഷൻ which connect the rate constant with the temperature. റേറ്റ് കോൺസ്റ്റന്റ് K യും ടെമ്പറേച്ചറും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. Arrhenius equation. ഇക്വേഷൻ പഠിച്ച ഓരോ ടേമും പഠിക്കുക. K = A into e raised to minus EA/RT. ഓരോ ടേം പഠിക്കണം. അതിൽ ഓരോ ടേം എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, അടുത്ത ചോദ്യം, നെയിം ദ 2 ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ബിഹേവിയർ. എക്സിബിറ്റഡ് ബൈ ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് കാണിക്കുന്ന 2 മാഗ്നറ്റിക് ബിഹേവിയർ. ഒന്നുമില്ല, പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം. ഓക്കേ അല്ലേ? ആ പേര് എഴുതി വെച്ചാൽ മതി. ലാന്തനോയിഡ്സ് കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? വളരെ ഇമ്പോർട്ടന്റ്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. +3 ആണ്. ട്രാൻസിഷൻ എലമെന്റ്സ് ആണെങ്കിൽ +2, ലാന്തനോയിഡ്സ് +3 ആണ്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ് ഈസ് +3 ആണ്. അടുത്തത് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 കാണിക്കുന്ന ഒരു ലാന്തനോയിഡ് ഉണ്ട്. അവരുടെ സാധാരണ +3 ആണ്, പക്ഷെ ഇയാള് +4 ആണ്. ഇയാൾ മാത്രമേ +4 കാണിക്കുന്നുള്ളൂ. സീറിയമാണ്. ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ലാന്തനോയിഡ്സിനെ അവരുടെ പ്യുവർ സ്റ്റേറ്റിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അവരെ പ്യുവർ സ്റ്റേറ്റിൽ നമുക്ക് ലാന്തനോയിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്? എന്തുകൊണ്ട്? ആൻസർ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഡ്യൂ ടു ലാന്തനോയിഡ് കൺട്രാക്ഷൻ. അതിന് തന്നെയാണ് മാർക്ക്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ലാന്തനോയിഡ് കൺട്രാക്ഷൻ കൊണ്ട് ഇവരുടെ അറ്റോമിക് സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. So separation become difficult.
പോസിബിൾ അല്ല, ഡിഫിക്കൽട്ട് ആണ്. യെസ്, അടുത്തത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട 2 കോമ്പൗണ്ട്സിന്റെ പേര് മാത്രം എഴുതാനാണ് അതിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റും പൊട്ടാഷ്യം പെർമാംഗനേറ്റും ഉണ്ട്. അതിന്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്, അതിന്റെ പ്രിപ്പറേഷൻ പഠിക്കാനുണ്ട്, ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാനുണ്ട്. എന്താണ് ഒരു മിഷ് മെറ്റൽ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മിഷ് മെറ്റൽ എന്താണ്? 1-2 തവണ ഓണം എക്സാമിനും നമ്മളെ മെയിൻ എക്സാമിനും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മിഷ് മെറ്റൽ എന്ന് പറയുന്നത് ഒരു ലാന്തനോയിഡിന്റെ അലോയി ആണ്. അതിൽ 95% എന്താണ്? 5% അയൺ അല്ലെങ്കിൽ ട്രേസ് ഓഫ് കുറഞ്ഞ അളവിൽ കാർബണും കാൽഷ്യവും ഒക്കെ ഉണ്ടാകും. സോ ഇറ്റ്സ് ആൻ അലോയി ഓഫ് ലാന്തനോയിഡ്. അടുത്തത്, how will you account for the color of potassium dichromate crystal? എന്തുകൊണ്ട് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റൽ കളേർഡ് കോമ്പൗണ്ട് ആയി മാറുന്നു എന്നുള്ളതാണ്. സാധാരണ ഡി ബ്ലോക്കുകാര് കളേർഡ് ആകാനുള്ള റീസൺ ഡി ട്രാൻസിഷൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ചാർജ് ട്രാൻസ്ഫർ ആണ്, സ്പെക്ട്രം ആണ്. ആ ഒരു പേര് മാത്രം എഴുതി വെച്ചാൽ മതി. നിങ്ങൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട കാര്യം. ഒരു മാർക്കിന് ഇത്രയും ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രം എഴുതിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഈസി. അതിൽ കൂടുതൽ അതൊന്നും ഒരു ചോദ്യം ചോദിക്കില്ല. ഡി ട്രാൻസിഷൻ എന്താണെന്ന് പഠിച്ചേക്കണം. യെസ്, അടുത്തത് പൊട്ടാഷ്യം. പൊട്ടാഷ്യം, റൈറ്റ് എനി ടു യൂസ് ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് 2 യൂസ് പറയാനാ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും എഴുതാം. വോളിയോമെട്രിക് അനാലിസിസിൽ പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവർ ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്, ആന്റിസെപ്റ്റിക്സ് ആയിട്ടൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വോളിയോമെട്രിക് അത് ഓർമ്മിച്ചാൽ മതി. നിങ്ങൾ ലാബിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് ഉപയോഗിക്കുക. പെർമാംഗനോമെട്രി എന്ന് പറയും. വോളിയോമെട്രിക് ഏജന്റ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഡൈക്രോമേറ്റ് അയോണിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 ക്രോമിയം ഉണ്ട്, 3 ടെർമിനൽ, 6 ടെർമിനൽ ഓക്സിജൻ, ഒരു ബ്രിഡ്ജിംഗ് ഓക്സിജൻ അല്ലേ. 2- ചാർജുമാണ്. Cr2O7 2- ആണ്. ഡൈക്രോമേറ്റ് സ്ട്രക്ചർ എന്തായാലും വരും കേട്ടോ. യെസ്. Which of the following oxidation state is not shown by manganese? Manganese കാണിക്കാത്ത ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏത് എന്നതാണ്. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ. ഇവിടെ +4 കാണിക്കും, +2 കാണിക്കും, +7 കാണിക്കും. +2 തൊട്ട് +7 വരെയുള്ളത് എല്ലാം കാണിക്കും, +1 കാണിക്കത്തില്ല. റെഡി അല്ലേ? അടുത്ത ചോദ്യം, Which of the following is not lanthanide element? തന്നിരിക്കുന്നത് ലാന്തനോയിഡ് അല്ലാത്തത് ഏത്? തോറിയം ആണല്ലേ. തോറിയം ആക്ടിനോയിഡ് ആണ്. ബാക്കി എല്ലാവരും ലാന്തനോയിഡ് ആണ് ഇക്കൂട്ടത്തിൽ. ഓക്കെ അല്ലേ? യെസ്. അടുത്തത്, which is the magnetic moment of an atom having D10 configuration? D10 ആണ്. D10 ആണെങ്കിൽ D10 ആണ്. D10 ആണെങ്കിൽ മ്യൂവിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. മ്യൂവിന്റെ വാല്യൂ 0 ആയിരിക്കും. D10 എന്ന് പറഞ്ഞാൽ ഫുൾ ഫീൽഡ്. യെസ്, D0യ്ക്കും D10നും മ്യൂവിന്റെ വാല്യൂ 0 ആയിരിക്കും. ആ 2 കാര്യവും ഓർത്തു വെക്കുക. നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗീവ് റീസൺ ഫോർ വേരിയബിലിറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. എന്തുകൊണ്ട് ഇപ്പൊ മാംഗനീസ് ഒക്കെ +2 തൊട്ട് +7 വരെ കാണിക്കുന്നു? അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നർ ഡി അല്ല, പെനൾട്ടിമേറ്റ് ഡി ഷെല്ലിലെ ഇലക്ട്രോണുകൾ സാധാരണ s സബ്ഷെൽ ഇലക്ട്രോണുകളാണ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്. ഇവിടെ n-1 d ഓർബിറ്റലിലേക്കൂടെ ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. 2 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാട്ടോ. അപ്പോൾ 1 മാർക്കിന്റെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ടല്ലേ. മാത്രമല്ല മക്കളെ, 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ഒക്കെ 100 ഷുവർ A+ ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് 7 മണി മുതൽ എത്ര മണി വരെ എന്ന് പറയാൻ പറ്റൂല. ഞങ്ങൾ വരുന്നത് 100 ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആ ഷുവർ ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി നിങ്ങൾ ഓണം എക്സാമിന് ഫുൾ മാർക്ക് അടിക്കാൻ. അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, കോണ്ടന്റ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്യാം, എല്ലാ ഫ്രണ്ട്സിനും വീഡിയോസിനെ കുറിച്ചൊക്കെ കമന്റ് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.